ഈ മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ് ഇറങ്ങി. ഇന്നലെ രാത്രി ദേവികുളം പഞ്ചായത്ത് ഓഫീസ് സമീപത്താണ് കാട്ടാന നിലയുറപ്പിച്ചത്. മാട്ടുപെട്ടിയിൽ ഇറങ്ങിയ പടയപ്പ വാഹനങ്ങൾ തടഞ്ഞു. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുന്നു. രാഹുൽ വിജയൻ, വിശദാംശങ്ങൾ. പടയപ്പ എന്തായാലും കാട് കയറാൻ കൂട്ടാക്കിയിട്ടില്ല. സ്ഥിരമായിട്ട് ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. മാട്ടുപ്പെട്ടിയിലാണ് ഇന്നലെ പടയപ്പ എത്തിയത്. അതും പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലൂടെ വിലസുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ നിന്ന് ഒരൽപ്പം മാറി സംസ്ഥാന പാതയിൽ ഇറങ്ങി വാഹനം ഉൾപ്പെടെ തടയുന്ന ഒരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോയിട്ടുണ്ട്. RRT സംഘം നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ആന ഇങ്ങനെ ജനവാസ മേഖലയിൽ നിരന്തരം ഇറങ്ങുന്നത് വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ വേണം. മഴയാകുമ്പോഴെങ്കിലും സാധാരണ പടയപ്പ കാട് കയറിയിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ അങ്ങനെയല്ല. മഴക്കാലത്തും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. കൃത്യമായ ഇടപെടൽ വനം വകുപ്പാണ് നടത്തേണ്ടത്. മാത്രമല്ല, 2 കാട്ടാനകളും കൂടി ഈ മൂന്നാർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കാട്ടാനക്കൂട്ടവും അതുപോലെ തന്നെ ഒരു കാട്ടാനക്കൂട്ടമാണ്. അതായത് ഒരു കൊമ്പനാനയും അതുപോലെ തന്നെ കുട്ടി ആനയുമാണ് ഈ മൂന്നാർ ടൗണിലൂടെ വീണ്ടും എത്തിയിരിക്കുന്നത്. പടയപ്പയും അതുപോലെ തന്നെ ഈ 2 ആനകളും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. SKN. Thank you, Rahul Vijayan. All the best for the Kattapana Bureau. Srikanth, all the best. Well done.